So, he has started the war. കേരളത്തിൽ 120 തിയേറ്ററുകളിൽ പഴശ്ശിരാജ എന്ന കേരള സിംഹത്തിന്റെ ഗർജനം മുഴങ്ങി തുടങ്ങി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഉയർന്ന ആദ്യത്തെ ശബ്ദങ്ങളിലൊന്നായിരുന്നു പഴശ്ശിരാജയുടേത്. പഴമയെ പുതുമകളോടെയാണ് വെള്ളിത്തിരയിലേക്ക് പകർത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ നായകവേഷം, MT വാസുദേവൻ നായരുടെ തിരക്കഥ, ഹരിഹരന്റെ സംവിധാനം, ഇളയരാജയുടെ സംഗീതം എന്നിവയ്ക്കൊപ്പം ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണം കൂടിയായപ്പോൾ അത് പുതിയൊരു സിനിമാനുഭവമായി. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ മറ്റൊരു നാഴികക്കല്ലാകും പഴശ്ശിരാജയിലെ നായകവേഷമെന്ന കാര്യത്തിൽ സംശയമില്ല. മമ്മൂട്ടിയെ കൂടാതെ തമിഴിലെ സൂപ്പർ താരം ശരത് കുമാർ, ദേവൻ, മനോജ് കെ ജയൻ, പത്മപ്രിയ, കനിക, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങി 1000-ലധികം അഭിനേതാക്കളാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. വയനാട്ടിലെ വനാന്തരങ്ങളിൽ ചിത്രീകരിച്ച പഴശ്ശിരാജ 30 കോടിയോളം രൂപ ചെലവിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോരാട്ട വീര്യത്തിന്റെ വീറുറ്റ അനുഭവത്തിന് പുത്തൻ രംഗഭാഷ്യവുമായി പഴശ്ശിരാജ എത്തിയപ്പോൾ പുത്തൻ ചരിത്രത്തിന് കാതോർക്കുകയാണ് മലയാള സിനിമാ ലോകം. He wants the British to quit. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജീവൻ.